ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് പോർച്ചുഗൽ ആരാധകരുടെ വാഹന റാലി. 5 വാഹനങ്ങളിൽ നാദാപുരത്ത് നിന്ന് ആരംഭിച്ച 21 പോർച്ചുഗൽ ആരാധകരുടെ യാത്ര വടക്കൻ കേരളത്തിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ച കാസർഗോഡ് പൂച്ചക്കാടാണ് സമാപിച്ചത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെ സഞ്ചരിച്ച സംഘം കളികളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് റാലി നടത്തിയത്. കാസർഗോഡ് നിന്ന് രതീഷ് വാസുവിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉലകപ്പന്താട്ടം നിർണായകമായ മത്സരങ്ങളിലേക്ക്, നിർണായകമായ സമയങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ കാസർഗോഡ് പൂച്ചക്കാട് ഒരു സംഘം ഫുട്ബോൾ ആരാധകർ എത്തിയിട്ടുള്ളത്. പറങ്കിപ്പടയുടെ ആരാധകരാണ് അവർ ഇവിടെ സമ്മേളിച്ചതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റാലിക്ക് ഒരു കാർ റാലിയുമായാണ് അവർ എത്തിയിട്ടുള്ളത്. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ വിശേഷങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കും. ഈ ഫുട്ബോൾ കാലത്ത് എന്താണ് ഇങ്ങനെ ഒരു റാലിയായിട്ട്? ഞങ്ങൾ പോർച്ചുഗൽ ഫാൻസാണ് ഇങ്ങനെ പോർച്ചുഗൽ ടീമിൽ വണ്ടി റാപ്പ് ചെയ്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തത് കണ്ടു. അപ്പോൾ നമുക്കുള്ളിലൊരു ആശയം ഉണ്ടാകുകയാണ്, ഇതെങ്ങനെ ക്രിയാത്മകമായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു ആശയം, ആ ഒരു ചിന്ത വരികയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞു വീശുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഓൾ കേരള ട്രിപ്പ്, അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ എത്തുകയായിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. നാദാപുരത്തു നിന്നാണ് നമ്മളിത് തുടക്കം കുറിക്കുന്നത്. കണ്ണൂരിലുള്ളതും കാസർഗോഡുള്ളതുമായ ഫ്രണ്ട്സുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും കഴിഞ്ഞ 23-ാം തീയതി ഞങ്ങൾ ഈ യാത്ര തുടങ്ങുകയായിരുന്നു. ദ കേരള വോയേജ് റൈറ്റ് ടു ഇൻസ്പയർ എന്ന പേരിലാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ചൂസ് പാഷൻ നോട്ട് പോയ്സൺ എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ജില്ലകളിലായി ഞങ്ങൾ ഇതിന്റെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഭാഷ ഇല്ലാത്ത ഒരു കളി, മതമില്ലാത്ത, വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത കളിയാണ് ഫുട്ബോൾ. അതിന്റെ മതം കളി മാത്രമാണ്. എന്താണ് ഈ അനുഭവം കൊണ്ട് തോന്നിയത്? നിങ്ങൾ ഒരുപാട് നല്ല അനുഭവമുണ്ട്. കാരണം ഫുട്ബോളിനെ ലഹരിയാക്കി പിടിച്ചുകൊണ്ട് ലഹരിയോട് വിട, കുടുംബത്തെ നശിപ്പിക്കുന്ന ലഹരി നമ്മളിനി ഉപയോഗിക്കുകയില്ല എന്നോ, നമ്മളോട് ഈ ഒരു ലഹരി കൂടെയുള്ളവരെ മാറ്റി നിർത്തണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെ യാത്രയുടെ തുടക്കം. ഇപ്പോൾ നമ്മൾ പോർച്ചുഗൽ വണ്ടികളുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിലും രാത്രിയാകുമ്പോൾ കളി കാണുമ്പോൾ ഞങ്ങൾ ശത്രുക്കളാണ് കേട്ടോ. ഈ ലഹരിയുടെ വിഷയം വരുമ്പോഴാണ് കട്ടക്ക് ഒരുമിച്ച് നിൽക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ എതിർ ടീമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ ഫാൻസും ഉണ്ട്. അർജന്റീനയുണ്ട്, ബ്രസീലുണ്ട്, ജർമ്മനിയുണ്ട്, എല്ലാ ഫാൻസും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് യുവാക്കൾക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് യുവാക്കളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്കും കൂടി ഈ മെസ്സേജ് എത്തിക്കുക എന്ന് പറഞ്ഞതിൽ അതൊരു ലക്ഷ്യം ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും കാൽപന്ത് കളി ഈ ചെറുപ്പക്കാരെ ഒന്നിച്ചിരിക്കുന്നു. അത് ലഹരിക്കെതിരായ ഒന്നിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടരുമെന്നാണ് അവർ പറയുന്നത്. ഈ ഫുട്ബോൾ കാലമല്ല, അത് കഴിഞ്ഞിട്ടും അത് തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവരുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കാസർഗോഡ് സമാപിക്കുകയാണ്. എന്തായാലും വലിയ സന്ദേശമാണ് ഈ യുവാക്കളുടെ കൂട്ടായ്മ ഈ ഫുട്ബോൾ കാലത്ത് നൽകിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.